ഹിമാചൽ പ്രദേശിൽ തുടർച്ചയായി ഉണ്ടായ മേഘവിസ്ഫോടനങ്ങളിലും മണ്ണിടിച്ചിലുമായി 63 മരണം. 12ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇതുവരെ ഉണ്ടായ കനത്ത മഴയിൽ സംസ്ഥാനത്ത് 400 കോടിയിലേറെ രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് കണക്കാക്കുന്നത്. ജൂലൈ 7 വരെ ഹിമാചൽ പ്രദേശിലെ എല്ലാ ജില്ലകളിലും അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നുണ്ട്. മഴക്കെടുതി വലിയ തോതിൽ ബാധിച്ചത് മാണ്ഡി, ഷിംല എന്നീ ജില്ലകളിലാണ്. മാണ്ഡി ജില്ലയിൽ തുനാഗ്, ബാഗ്സയേത്, കർസോഗ്, ധരംപൂർ എന്നീ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായത്. 100 കണക്കിന് വീടുകൾ തകരുകയും 14 പാലങ്ങൾ ഒലിച്ചുപോവുകയും ചെയ്തു. 300ഓളം കന്നുകാലികൾ ചത്തു. സംസ്ഥാനത്തുടനീളം 500-ലധികം റോഡുകൾ അടച്ചുപൂട്ടി. ട്രാൻസ്ഫോമറുകൾ പ്രവർത്തനരഹിതമായതോടെ വൈദ്യുതി നിലച്ചു. ജലവിതരണ സംവിധാനവും നിലച്ചു. കനത്ത മഴയിൽ ഹിമാചൽ പ്രദേശിൽ ഇതുവരെ 400 കോടിയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ കണക്ക്. ദുരന്തബാധിത മേഖലകളിൽ ജില്ലാ ഭരണകൂടം, പോലീസ്, ഹോംഗാർഡ്സ്, SDRF, NDRF ഉൾപ്പെടെയുള്ള കേന്ദ്രസേനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ തെരച്ചിലും രക്ഷാപ്രവർത്തനവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.